ഇടുക്കി ഗ്രാമ്പി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യത്തിന് പ്രതിസന്ധി. മൂടൽമഞ്ഞിൽ കാഴ്ച മറഞ്ഞതിനാൽ കടുവയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ടൈഗർ റിസർവിൽ ഞങ്ങളുടെ ഫോറസ്റ്റിന്റെ സ്നിഫർ ഡോഗ് ഉണ്ട്. അതിപ്പോൾ തന്നെ എത്തും. ഒത്തിരി മാറാനായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അതിന് സാധ്യതയില്ല. തൊട്ടടുത്ത അതിന് ഈ ചതുപ്പ് കേന്ദ്രീകരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു ചതുപ്പിൽ നിന്ന് മാറിയിട്ട് വേറെ ചതുപ്പിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് ഈ ഡ്രോൺ വെച്ചിട്ട് നമുക്ക് ഈ കവറുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റാത്തത്. അതിന്റെ പക്മാർക്ക് അവിടുന്ന് നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഡോഗോടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോട്ടറി കച്ചവടമാണ് എനിക്ക്. ഇപ്പം തീർച്ചയായിട്ടും എനിക്ക് പേടിയാണ്. എന്നുവെച്ചാൽ നേരത്തെ 5 മണി വെളുപ്പിനെ 5 മണിക്ക് ഇറങ്ങി ഞാൻ ഈ എസ്റ്റേറ്റ് മേഖലയിൽ പോയി രാവിലെ അവർ പണിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ടിക്കറ്റ് കച്ചവടം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ കടുവയെ കണ്ട പിന്നെ എനിക്കിപ്പോൾ 7 മണിയാക്കാൻ സമയമാക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഇത് മൊത്തം കറങ്ങി 7 മണിക്ക് പോയിട്ട് ആൾക്കാരെ കാണാൻ പറ്റിയല്ലോ. എല്ലാവരും ജോലിക്ക് പോകുന്നവർ കാണാൻ പറ്റിയല്ല. പക്ഷെ അവരും ഇപ്പോൾ ഉപജീവന മാർഗം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ കടുവയെ കൊണ്ട്. ഈ കടുവ വെടിക്കുഴി ഭാഗത്തുണ്ടായിരുന്നു, അവിടെ തന്നെ അന്ന് പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ എത്ര ദിവസമായി? 4 ദിവസമായില്ലേ. കൂടുതൽ വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേർന്നുണ്ട്. ജെയിൻ, ആളുകളൊക്കെ പറയുന്നത് അവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കടുവയെ കണ്ടെത്താനാകാത്തതും ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. എപ്പോൾ ഈ കടുവയെ കണ്ടെത്താനാകുമെന്നത് വലിയൊരു അനിശ്ചിതത്വമാണ് മുന്നിൽ നൽകുന്നതല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വനംവകുപ്പിന്റെ തീരുമാനം സ്നിപ്പർ ഡോഗിനെ എത്തിക്കും എന്നുള്ളതാണ്. തേക്കടിയിൽ വനംവകുപ്പിന് ഒരു സ്നിപ്പർ ഡോഗുണ്ട്. അപ്പോൾ അതിനെ എത്തിച്ച് ഒരു തിരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമമാണ് ഇനിയിപ്പോൾ വനംവകുപ്പ് അടുത്ത ഘട്ടത്തിലായി നടത്താൻ പോകുന്നത്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് പരിശോധന നടത്തിയെങ്കിലും ആ ഭാഗത്തൊന്നും ഈ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഭാഗത്താണ് കടുവ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ രാവിലെ നോക്കുമ്പോൾ അവിടെ കടുവയില്ല. കടുവയുടെ പക്മാർക്ക്, അതായത് കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അത് എങ്ങോട്ടാണ് കൃത്യമായി പോയതെന്ന് പറയാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വനംവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിവസമായി ഈ കടുവ ഇതിന് സമീപത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയുണ്ട്. 2 ദിവസമായി 3-ാം തീയതിയാണ് കൂടുവെക്കുന്നത്. അതിനുശേഷം അവിടെ നിരീക്ഷണം നടത്തിയപ്പോൾ പിന്നീട് കടുവയെ കണ്ടില്ല. അതിനുശേഷം മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് വീണ്ടും കടുവയെ കാണുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ആളുകളെ സംബന്ധിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. പലയിടത്തും ഇതൊരു തോട്ടം മേഖലയാണ്. സ്വാഭാവികമായിട്ട് എടുക്കുക, തേയില നുള്ളുകയാണ് അവരുടെ പ്രധാന ജോലി. ഇപ്പോൾ കടുവയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ തോട്ടങ്ങളിൽ പല സ്ഥലത്തും ജോലി ചെയ്യാൻ കഴിയുന്നില്ല. കടുവയുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കടുവയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ഡ്രോൺ നിരീക്ഷണം തുടരുകയുമാണ്. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഗുരുതര പരിക്കുള്ളതിനാൽ കടുവയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ടെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ. ദൗത്യം ഇന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. അവശതയിൽ മാത്രമല്ല, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. ആ കടുവക്കുള്ളത് എന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം. അങ്ങനെയുള്ളൊരു കടുവയെ മയക്കുവെടി വെച്ചാൽ അതിന് ചികിത്സിക്കാനോ രക്ഷിക്കാനോ സാധ്യമല്ല എന്നുള്ളൊരു നിഗമനത്തിൽ ആണ് കൂടുവെച്ച് പിടിക്കുന്ന പ്രക്രിയ ആരംഭിച്ചത്. പക്ഷെ ഇതുവരെയായിട്ടും പ്രക്രിയ പുരോഗമിച്ചിട്ടില്ല. ഒരു റിസ്ക് എടുത്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായി മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്.